രാത്രിയിൽ വാൽക്കണ്ണാടി നോക്കി നിൽക്കുകയാണോ? വാൽക്കണ്ണാടി രാത്രിയിൽ സ്ത്രീകൾ നോക്കരുതെന്ന നാട്ടറിവുണ്ട്. നാട്ടറിവും നാട്ടുമര്യാദയും തെറ്റിക്കാൻ കെൽപ്പുള്ള ഒരേ ഒരു സ്ത്രീ, അത് ഈ സൗരാവതി കുഞ്ഞമ്മ. അറിയാം. സൗരാവതി കുഞ്ഞമ്മ ഈ ദേശം കണ്ടും കേട്ടും വളർന്ന സ്ത്രീകളിൽ ഒരുവളായിരിക്കരുത്. മൺമറഞ്ഞാലും സൗരാവതിയുടെ കഥകൾ ദേശം പാടി നടക്കണം. ദേശവാഴിയുടെ അവദാനങ്ങളെക്കാൾ ഒരു പടി മുന്നിൽ അതെന്റെ വാശിയാണ്. അമ്മയുടെ ചങ്കൂറ്റം ആണായി എനിക്ക് പോലുമില്ലെന്ന് സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട്. പലരുടെയും മുന്നിൽ വെച്ച് പലവട്ടം. തീപ്പെട്ട ഭർത്താവിന്റെ ചിതയിൽ ചാടി ജീവത്യാഗം ചെയ്യാൻ ബന്ധുക്കൾ ഉപദേശിച്ചു. ആ ചാരത്തിൽ നിന്നും ഒരു പിടി വാരി വെള്ള പൊടിച്ച് സീമന്തം തുടച്ച് വളകൾ ഉടച്ച് ഇരുട്ടുമുറിയിൽ ശരണം പ്രാപിക്കാൻ നിർബന്ധിച്ചു വേണ്ടപ്പെട്ടവർ. അനുസരിച്ചില്ല സൗരാവതി. ഒരു മുഴം മുല്ലപ്പൂ അധികമെടുത്ത് 21 ദേശം താണ്ടി വന്ന പട്ടുചേല ഞൊറിഞ്ഞൊടുത്ത് ചിരിതൂകി പുരുഷന്റെ ചങ്ങല വട്ടയിൽ നിന്ന് സ്വാതന്ത്ര്യത്തിന്റെ ചക്രവാളത്തിലേക്ക് പറന്നു ഈ സൗരാവതി. അന്നു തുടങ്ങിയ യാത്രയാ. വെറും സൗരാവതിയിൽ നിന്ന് ദേശവാഴി കൽപ്പിച്ചു തന്ന സൗരാവതി കുഞ്ഞമ്മയിലേക്ക് ദേശവാഴിയുടെ പതിവ്രതയായ പത്നി മൊഴിഞ്ഞു. രാത്രിയിൽ ദർപ്പണം നോക്കിയാൽ സ്ത്രീകളുടെ ഐശ്വര്യം പോകുമത്രേ. അതൊന്ന് അറിയട്ടെ. അന്യന്റെ മുതൽ അപകരിക്കാൻ അഭിനയത്തിന്റെ മുഖം മൂടി അണിയരുത് മൂന്നാളും. മഹാപാപമാ അത്. തീപ്പെട്ടു പോയ ഇവന്റെ അച്ഛന്റെ അമ്മായിയായ നിങ്ങളെ തീറ്റിപ്പൊറ്റുന്നതേ സൗരാവതിക്ക് ചിലത് നേടിയെടുക്കാൻ തന്നെയാ. ഞാൻ അവരെ കൂട്ടിവരാം. സൗരാവതി കുഞ്ഞമ്മ എന്ന എന്റെ മാതാവ് വാഴുന്ന ഈ ഭവനത്തിലേക്ക് സ്വാഗതം. മോനെ സഹസ്രേയ, ആരാണ് ഈ ബഹുമാന്യർ? കാമ്യദേശക്കാരാണ്. വഴിതെറ്റിപ്പുഴ വഴിതെറ്റിച്ച് ഇവരെ എന്റെ മുന്നിലെത്തിച്ചു. അസമയമായതിനാൽ വഴിയിൽ ഉപേക്ഷിച്ചു വരാൻ തോന്നിയില്ല. നന്നായി. ആപത്തിൽ പെട്ടേനെ രണ്ടാളും. ധാരാളം ചോരന്മാരുള്ള സ്ഥലമാണ് വഴിതെറ്റിപ്പുഴയുടെ തീരം. ജീവൻ കൂടി ബാക്കി വെച്ചേക്കില്ല. എത്രയോ സംഭവങ്ങൾ ഓർക്കാൻ കൂടി ഭയമാകുന്നു. അങ്ങനെ പെട്ടെന്നാർക്കും തോറ്റുകൊടുക്കുന്ന പ്രകൃതമല്ല ഞങ്ങളുടേത്. ഈ ചങ്കുറ്റം നല്ലത് തന്നെയാ മോനെ. ആൺകുട്ടികൾ ചുണക്കുട്ടികളാകണം. എനിക്കും അത്തരക്കാരെയാ ഇഷ്ടം. പക്ഷേ മല്ലന്മാരായ ചോരന്മാരാണ് വഴിതെറ്റിപ്പുഴയുടെ തീരത്തുള്ളത്. ദേശവാഴി ശക്തനല്ലേ? ദേശവാഴി ശക്തനാണ്. പക്ഷേ ഒളിവിദ്യയും വായശക്തിയും കൈമുതലായ ചോരന്മാരുടെ കൂട്ടം ഉൾവനത്തിലുണ്ട്. അവരെ അമർച്ച ചെയ്യാനുള്ള സൈന്യവ്യൂഹത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം. എന്തൊക്കെയോ ദുരൂഹതകളുണ്ടല്ലോ. അത് ഒരു വശം. മറ്റൊരു വശം കൂടിയുണ്ട്. അതെന്താണ്? സ്ത്രീകളെ പൂജിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന മഹാനുഭാവനാണ് ഇവിടുത്തെ ദേശവാഴി. അമ്മയ്ക്ക് ദേശവാഴി കൽപ്പിച്ചു നൽകിയതാണ് ഈ കുഞ്ഞമ്മ സ്ഥാനം. വെറും സൗരാവതിയായിരുന്ന എന്നെ സൗരാവതി കുഞ്ഞമ്മയാക്കി. സ്ത്രീകളെ ആരെങ്കിലും ഉപദ്രവിച്ചുവെന്നറിഞ്ഞാൽ ആ നിമിഷം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും അവന്റെ തല വെട്ടി പുഴയിലെറിയും. അതാണ് ഒരു പോരായ്മ. യാത്രാക്ഷീണം ആവോളമുണ്ട് രണ്ടാൾക്കും. അകത്ത് പോയി വിശ്രമിക്കൂ. വരൂ, ശയനമുറി ഞാൻ കാട്ടിക്കൊടുക്കാം. വേണ്ട, ഞാൻ കാട്ടിക്കൊടുക്കാം. കുളി കഴിഞ്ഞ് അത്താഴം കഴിഞ്ഞ ശേഷമേ വിശ്രമിക്കാവൂ. മഹാവിഷ്ണുവേ, ആ പാവങ്ങളെ രക്ഷിക്കണേ. നന്ദത് പോകാൻ. അമ്മേ, ആ ചെറുപ്പക്കാരനെ മെരുക്കാൻ പാടാ. ആ പ്രായമുള്ള ആളിനെ നമ്മുടെ വരുതിയിലാക്കാം. എനിക്കും അത് മനസ്സിലായി. അവരുടെ കയ്യിലിരിക്കുന്നത് എങ്ങനെ നമ്മുടെ കയ്യിലെത്തിക്കാം, അതാ ഞാൻ ആലോചിക്കുന്നത്. അമ്മ ദേശവാഴിയെ കുറിച്ച് പറഞ്ഞു ഭയപ്പെടുത്തിയത് നന്നായി. പെട്ടി നിറയെ രത്നങ്ങൾ. ഓർക്കുമ്പോ തന്നെ തല പെരുക്കുന്നു. നീ സ്വപ്നം കണ്ടോ ശ്രദ്ധാവതി? നടത്തും ഞാൻ. പാഴ്ക്കിനാവാകാതിരുന്നാൽ മതി. ഈ ഒരു രാത്രിയുള്ളൂ നമ്മുടെ മുന്നിൽ. നേരം
പുലരുമ്പോൾ അവർ പൊടിയും തട്ടിപ്പോകും. സൗരാവതിയുടെ ഗൃഹത്തിൽ അവരെ സഹസ്രയൻ എത്തിച്ചില്ലേ? കയ്യിലിരിക്കുന്നത് ഇവിടെ വെച്ച് അവർ പോകും മോളെ. അതിനെന്താ മാർഗം? അവർ അച്ഛനും മകനുമാ. മകളുടെ വിവാഹത്തിനുള്ള രത്നപ്പെട്ടിയിൽ. അയാൾ രത്നവ്യാപാരിയാണോ? അതെ, ഉദയനൻ എന്ന നാമധേയം. മകൻ അമോഘൻ. ഒപ്പം ഭാഗ്യചിഹ്നമായ ഒരു കുതിര കൂടിയുണ്ട്, രാഘവം. അത് നിൽക്കുന്നിടത്ത് ഐശ്വര്യമുണ്ടാകും. നിധിശേഖരമാണല്ലോ കൺമുന്നിൽ. മകൻ അറവിട്ട് പുറത്തിറങ്ങുന്ന ലക്ഷണമില്ല. അവനെ ആദ്യം പുറത്തെത്തിക്കണം. അയ്യോ, അയ്യോ, പാമ്പ്, പാമ്പ്. എന്താ എന്തിനാ നിലവിളിച്ചത്? എന്താ അമ്മേ? ഒരു കരിമൂർക്കൻ ഇഴഞ്ഞ് ദേ അങ്ങോട്ട് പോയി. അയ്യോ, അവിടെ രാഘവത്തെ കെട്ടിയിരിക്കുകയാണല്ലോ. വാ, നമുക്ക് നോക്കാം. മോളെ, നീ അകത്തിരിക്കുന്ന അദ്ദേഹത്തിന് കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടു കൊടുക്ക്. പാമ്പിനെ ഇവർ നോക്കിക്കോളും, പേടിക്കണ്ട. തളർന്നു വന്നതാ, ദാഹം കാണും. ഞങ്ങളിതാ വരുന്നു. ഇതാണ് അവസരം. ഇനി ഊഴം നിന്റേതാ. എന്റേതോ? അതെ, നിന്റേത് തന്നെ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ പാനീയവുമായി ഉദയനന്റെ അരികിൽ ചെല്ലണം. ശരി അമ്മേ. കിട്ടിയ അവസരം നഷ്ടപ്പെടുത്തരുത്. നിങ്ങളുടെ ഔദാര്യത്തിൽ തന്നെയാ ഈ കിഴവി കഴിയുന്നത്. എന്നിരുന്നാലും സൗരാവതി, നിങ്ങൾ ഈ കാണിക്കുന്നത് ശരിയല്ല. നീ പോടി കിഴവി. 4 നേരം വെട്ടി വിഴുങ്ങിയപ്പോ എല്ലിൽ കുരുങ്ങിയോ? സാരോപദേശവുമായി വന്നിരിക്കുന്നു. ആഹാരം തൊണ്ടയിൽ നിന്ന് താഴെ ഇറങ്ങിയാൽ വിസർജ്യമ്മ, മുകളിലേക്ക് പോയാൽ ഛർദിയും. തന്ന ആഹാരത്തിന്റെ കണക്ക് പറയരുത്. ഗതികേട് കൊണ്ടാ ഇവിടെ കഴിയുന്നത്. പറയുമടി, എല്ലാ കണക്കും എന്നെ കൊണ്ട് പറയിപ്പിച്ചതല്ലേ? സൗരാവതി, നിവർത്തിയില്ലായ്മ കൊണ്ടായി ഈ വൃത്ത ഇതൊക്കെ സഹിക്കുന്നത്. മഹാവിഷ്ണു കണ്ണൊന്ന് ചിമ്മിയാൽ മാറി മറിയും എല്ലാം. ആരെയും അവഹേളിക്കരുത്. എന്തു വേണമെന്ന് എനിക്കറിയാം. ഉപദേശം വേണ്ട. അമ്മേ, എന്താ പ്രശ്നം? എന്ത്? എന്റെ പെങ്ങളെ? ഇല്ല, ഇല്ല, അനാവശ്യം പറയരുത്. എന്റെ അച്ഛൻ അത്തരക്കാരനല്ല. അച്ഛന്റെ പ്രായമുള്ള ഒരാൾ കടന്നു പിടിച്ചു എന്ന് പറയാൻ ഇവൾക്ക് എന്താ പ്രാർത്ഥിട്ടോ? ഇല്ല, ഈ കുട്ടിയാണ് എന്നെ. നോക്ക്, എന്റെ പൊന്നുമോളുടെ വസ്ത്രം മുഴുവൻ ഈ കഴുകൻ കീറി മുറിച്ചു. ഇല്ല, അന്തി ഉറങ്ങാൻ അവസരം കൊടുത്ത ഞങ്ങളോട് ഇത് ചെയ്തല്ലോ മഹാവിഷ്ണു. എന്റെ ജീവിതം നശിച്ചു. ഇവർ നമ്മളെ ചതിക്കുകയാണോ മോനെ? ഇവർ നമ്മളെ ചതിക്കുകയാണോ? സഹസ്രയ, ഉടൻ ദേശവാഴിയെ വിവരം അറിയിക്കൂ. ഇവന്റെ ശിരസ് വഴുതെറ്റി പുഴയിൽ ഒഴുകട്ടെ. അറിയിക്ക്, ഞങ്ങൾക്ക് ചിലത് പറയാനുണ്ട്. കാര്യമില്ല മോനെ. ഇവർ അമ്മയും മക്കളും കൂടി നിങ്ങളെ ചതിക്കുകയാണ്. നിങ്ങളുടെ കൈവശമുള്ള സമ്പത്ത് അപഹരിക്കാനുള്ള പദ്ധതിയാണിത്. സൗരാവതി താടകയാ. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. വഴിതെറ്റി വന്ന് നിങ്ങളെ ഇവിടെ എത്തിച്ചത് എന്റെ മകന്റെ ബുദ്ധിയാ. ദേശവാഴിയുടെ മുന്നിൽ ഞങ്ങൾ ഉണ്ടാക്കുന്ന കഥ അതാണ് സത്യം. നാളെ കാമ്യദേശം കേൾക്കാൻ പോകുന്ന വാർത്ത സ്ത്രീലമ്പടനായ ഉദയനന്റെ ശിരസ് വഴിതെറ്റിപ്പുഴയിൽ ഒഴുകി നടക്കുന്നു എന്നതായിരിക്കും. സഹസ്രയനും സൗരാവതി കുഞ്ഞമ്മയും നിങ്ങൾ കണ്ടറിഞ്ഞതിനേക്കാൾ വലിയ അത്ഭുതമാണ്. അരുത്, അരുത്. അച്ഛന്റെ സ്വപ്നമാണ് നീലിമയുടെ വിവാഹം. ആ പെട്ടിയിലുള്ളത് അച്ഛന്റെ കിനാക്കളാണ്. അത് കവർന്നെടുക്കാൻ അനുവദിക്കരുത് മോനെ. ദേശവാഴിയുടെ മുന്നിൽ അവതരിപ്പിക്കേണ്ട കഥ ആടിയ ശേഷമേ ഈ മുതൽ ഞങ്ങൾ കൈവശപ്പെടുത്തും. എല്ലാറ്റിനും അതിൻ്റെതായ വശമില്ലേ ഉദയ? ഇല്ല, ഇല്ല,
എന്തിലേക്കുമാണ് വഴിതെറ്റിച്ച് ഞങ്ങളെ ഇവിടെ എത്തിച്ചത്? അമോഘ, ഇവരെ വെറുതെ വിടരുത്. ഈ ചെയ്തതിനൊക്കെ എണ്ണി എണ്ണി നീ പകരം ചോദിക്കണം. അച്ഛനിനി ഭൂമിയിൽ വേണ്ട. എന്നോട് പൊറുക്കു മോനെ. എന്റെ മകളുടെ പ്രായമേ നിനക്കുള്ളൂ. ജ്യോതിഷി, കണ്ടില്ലേ? കഠിന തപസ്സാണവന്റേത്. ഇത് മുടക്കിയേ പറ്റൂ. ചെയ്യാൻ കഴിയുന്നതൊക്കെ ഞങ്ങൾ ചെയ്തു. അവൻ ഒരു ഇളക്കവുമില്ല. ഭയമുണ്ടോ? ഭയക്കുന്നത് ഇവരെയല്ല, ഈ തപസ്സിനെ. ഞാനൊരു പരീക്ഷണം നടത്തി നോക്കാം. അത് വിജയിക്കുകയാണെങ്കിൽ സധൈര്യം മുന്നോട്ട് പോകാം. അങ്ങയുടെ ഇഷ്ടം പോലെ. ഈ തപസ് ഇളക്കരുത്. ഇളക്കിയാലാണ് ദോഷം. പ്രകൃതി ശക്തി പോലും അവനൊപ്പമാണ്. നാം പരീക്ഷിച്ചതാണ്. മാന്ത്രിക വിദ്യയാൽ അവന്റെ ശരീരത്തിൽ പതിച്ച കരിങ്കൽ ചീളുകൾക്ക് സമാനമായ ഈ മഹാമാരിക്ക് പോലും ആ തപസ് ഇളക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ വിട്ടേക്കുക. അമ്മയ്ക്കാണ് ഭയം. വന്നു കയറിയ സൗഭാഗ്യം കൈവിടാൻ മനസ്സില്ലാത്തത് കൊണ്ടാണ്. സൗരാവതി കുഞ്ഞമ്മയും മകൻ സഹസ്രയനും ദേശവാഴി പോലും അതിശയിക്കുന്ന തരത്തിൽ സമ്പന്നരായി മാറി. അത് കൈവിടാൻ ഒരു മടി. അതല്ലേ സത്യം? അമ്മയുടെ ബുദ്ധിയാണ് ഈ സമ്പന്നതയ്ക്ക് ഹേതു. അമോഘന്റെ കാമ്യദേശത്തെ ഭവനവും നിങ്ങൾ കൊള്ള ചെയ്തു. കൊള്ളയടിക്കുക മാത്രമല്ല, തീയിട്ട് നശിപ്പിക്കുകയും ചെയ്തു. ഒരു തെളിവ് പോലും ബാക്കി വെക്കാതെ ഒറ്റ രാത്രി കൊണ്ട്. കരുത്തൻ. സമ്മതിച്ചിരിക്കുന്നു ഈ മിടുക്കിനെ. രത്നങ്ങളുടെ കലവറയായിരുന്നു ആ ഭവനം. ഇന്ന് ദേശവാഴി പോലും നമ്മെ അനുസരിക്കാൻ തയ്യാറാവുന്നു. അവന്റെ പെങ്ങളൊരുത്തി ചുട്ടെരിച്ചില്ല. ഗൃഹത്തിൽ രഹസ്യ അറയിൽ പാർപ്പിച്ചിരിക്കുകയാ മുത്തച്ഛനൊപ്പം. നന്നായി. ഒരു കാര്യം, എന്തു സംഭവിച്ചാലും രാഘവം എന്ന ആ കുതിരയെ നഷ്ടപ്പെടുത്തരുത്. ഏറ്റവും ഉചിതമായി പരിചരിക്കണം. പൊന്നുപോലെ കൊണ്ടു നടക്കണം. ഭാഗ്യം അവിടെയാണ് കുടികൊള്ളുന്നത്. അറിയാം മഹാത്മൻ. ഇവനെ വിട്ടേക്ക്. വരുന്നത് വരുന്നിടത്ത് വെച്ച്. അത്ര തന്നെ. ഭഗവാനെ, നാരായണ, മഹാവിഷ്ണു, അടിയന് വിശ്വസിക്കാനാവുന്നില്ല. വിശ്വസിക്കൂ മകനെ. നീ സദ്ഗുണങ്ങളുടെ വിളനിലമാണ്. ആർത്തിയോ അഹമ്മതിയോ ഇല്ലാത്തവൻ. ഭക്തി ആവോളം ഉണ്ട് താനും. നിന്റെ തപസ്സിൽ നാം സംപ്രീതനായിരിക്കുന്നു. അഭീഷ്ടവരം ചോദിച്ചുകൊള്ളുക. ഭഗവാനെ, നാരായണ, അങ്ങേക്ക് അറിവുള്ളതാണല്ലോ എന്റെ ദുഃഖം. സമ്പത്തോ സമൃദ്ധിയോ ഒന്നും എനിക്ക് വേണ്ട. എന്റെ പിതാവ് ഈ പുഴയിൽ ചാടി ആത്മാഹുതി ചെയ്തു. ചാടിയതല്ല ഭഗവാനെ, ചാടിച്ചത്. എന്റെ ഭവനം സഹസ്രയൻ അഗ്നിക്കിരയാക്കി. എന്റെ മുത്തച്ഛനും പെങ്ങളും
ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. ആ ദുഷ്ടനെ, ആ കുടുംബത്തെ മുച്ചൂടും നശിപ്പിക്കണം എനിക്ക്. ഭഗവാനെ, അനുഗ്രഹിച്ചാലും. എല്ലാം നാം അറിയുന്നുണ്ട് മകനെ. നിന്റെ ഇംഗിതം ഉചിതം തന്നെ. അത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് അനിവാര്യമാണ് താനും. സൗരാവതിയും സഹസ്രയനും ശ്രദ്ധാവതിയും മനുഷ്യരൂപം പൂണ്ടിരിക്കുന്നു എന്നേയുള്ളൂ. അവരുടെ സർവനാശം നിന്നിലൂടെ സംഭവിക്കും. അതിന് നിന്നോടൊപ്പം മറ്റൊരാൾ കൂടി ഉണ്ടാവണം. ഭഗവാനെ, അവൾ വരണം. ശിവന് ശക്തി എന്ന പോലെ, രാമന് സീത എന്ന പോലെ, കൃഷ്ണന് രാധ എന്ന പോലെ, അമോഘന് ഗയ. ഗയ? അതെ, ഗയ. അവൾ അനാഥയാണ്. സ്വന്തം ജാതകക്കുറിപ്പുമായി സ്വഗ്രഹത്തിൽ നിന്നും യാത്ര തിരിച്ചിട്ടുണ്ട്. അവളുടെ നൗകയും വഴിതെറ്റും. ഈ വഴിതെറ്റിപ്പുഴയിൽ നിന്റെ മുന്നിൽ അവളെത്തും, നമുക്ക് ചാർത്തുവാൻ കരുതിയ പൂമാലയുമായി. ആ മാല അവളറിയാതെ നിന്റെ കണ്ടത്തിൽ ചാർത്തപ്പെടും. അത് നിങ്ങൾക്ക് വരണമാല്യമാകും. ഒപ്പം സൗരാവതിയുടെ തകർച്ചയുടെ ആരംഭവും. അതികഠിനമായ ദുർഘടങ്ങളിൽ നീ ചെന്നപ്പെടും. തളരരുത്. അവൾ നിനക്ക് ശക്തി പകരും. ആ ശക്തി മകനെ നിന്നെ നിന്റെ ലക്ഷ്യത്തിൽ കൊണ്ടു ചെന്നെത്തിക്കും. സർവമംഗളം ഭവന്തു. തെറ്റിയെന്നാ തോന്നണേ. ഭഗവാനെ, അങ്ങനെ തേടി വന്ന ഞാനിത് എവിടെയാ? പുഴയിലൂടെ വരുമ്പോൾ കിഴക്കേ ഗോപുരം കാണാമെന്നല്ലേ മുത്തച്ഛൻ പറഞ്ഞത്? എന്നിട്ട് കാണുന്നില്ലല്ലോ. ഭഗവാന് ചാർത്താനുള്ള പൂക്കളൊക്കെ വാടി തുടങ്ങി. അയ്യോ, എന്താ ഇത്? അയ്യോ, എന്താ? എന്തു പറ്റി? ഒരു മുതല. ആ തുഴയുന്നതാ. അയ്യോ, വേണ്ട. അയ്യോ, ഒരുപാട് മുറിഞ്ഞല്ലോ. സാരമില്ല. ചോര വരുന്നുണ്ട്. വേദനിക്കുന്നില്ലേ? ഇല്ല. കാലിരുമ്പാണോ? വഞ്ചിയുടെ ഒരു ഭാഗം മുതല നശിപ്പിച്ചു. ഇനി ഇതിൽ യാത്ര തുടരാനാവില്ല. അപ്പോൾ ഞാനെന്ത് ചെയ്യും? എന്നോട് ചോദിച്ചാൽ ഞാനെന്ത് ചെയ്യും? നിങ്ങളൊരു ചെറുപ്പക്കാരനല്ലേ? ആരോരുമില്ലാത്ത പെൺകുട്ടിയെ സഹായിക്കാനുള്ള മനസ്സ് നിങ്ങൾക്കില്ലേ? നാവിനൊരല്പം നീളം കൂടുതലാണല്ലോ കാന്താരി. മുത്തച്ഛൻ അങ്ങനെയാ വിളിക്കാറ്. മറ്റുള്ളവരോ? മുത്തച്ഛൻ മാത്രമേ എനിക്കുള്ളൂ. വിഷമിക്കണ്ട, എനിക്കും ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. കഥ പറഞ്ഞിരിക്കാൻ സമയമില്ല. കരയിലേക്ക് കയറ്. മറ്റൊരു വഞ്ചി ഞാൻ സംഘടിപ്പിക്കാം. ആദ്യം ഇതൊന്ന് സഹായിക്കാം.
സംഭവിച്ചില്ലല്ലോ. കരുതാത്തതൊന്നും സംഭവിച്ചില്ലെന്നോ? നിങ്ങൾക്ക് എങ്ങനെ ഇത് പറയാൻ കഴിയുന്നു? കന്യകയായ ഒരു പെൺകുട്ടിയാണ് ഞാൻ. ആരോരുമില്ലാത്തത് കൊണ്ടാ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇറങ്ങിയത്. മഹാവിഷ്ണുവിനെ ചാർത്താനുള്ള പൂമാലയത്. ആ മാല. അത് സാരമില്ല, കുട്ടി കരയാതിരിക്കേ. എങ്ങനെ കരയാതിരിക്കും ഭഗവാനെ? മംഗലം ചെയ്യുന്ന ആളിന്റെ കഴുത്തിലാണ് മാല ചാർത്തേണ്ടത്. മാല ചാർത്തിയാൽ മംഗല്യം കഴിഞ്ഞുവെന്നല്ലേ? അയ്യോ, എന്റെ മുത്തച്ഛൻ, എന്റെ മുത്തച്ഛൻ, ഞാനിനി എങ്ങനെ തിരികെ ചെല്ലും? ഇതിലും ഭേദം ആ മുതലയുടെ വായിൽ അകപ്പെടുന്നതായിരുന്നു. ഈ കൈകൾ, ഈ കൈകൾ. നിർത്ത്. ഈ നിമിഷം മുതൽ നീ എന്റെ ഭാര്യ, എന്റെ വാമഭാഗം. നീ ആരെന്നോ എന്തെന്നോ എനിക്കറിയില്ല. പക്ഷേ ഒന്നെനിക്ക് ഉറപ്പുണ്ട്, സാക്ഷാൽ നാരായണനാണ് നിന്നെ എന്റെ മുന്നിൽ എത്തിച്ചത്. മഹാവിഷ്ണു? അതെ, നാരായണൻ തന്നെ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. പറയാം. ശിവന് ശക്തി എന്ന പോലെ അമോഘന് ഗേയ. ഗേയല്ലേ? ഞാൻ തന്നെയാണ് ഗയ. ഭഗവാനെ, മഹാവിഷ്ണു, മതി, എനിക്കിത് മതി. ഈ അമോഘൻ മതി. ഭീരുവിനെ പോലെ ഞാൻ ഒളിച്ചോടണോ? വേണം. ഭീരുവായിട്ടല്ല, ധീരനായി തിരികെ വരാൻ വേണ്ടി ഇവിടം വിടണം. ഗേ പറയുന്നത് ഞാൻ അനുസരിക്കാം. മഹാവിഷ്ണു കൊണ്ട് തന്നതാ എനിക്ക് നിന്നെ. എന്നാൽ അനുസരണക്കേട് കാട്ടരുത്. നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാൻ മുത്തച്ഛൻ വരേണ്ട സമയമായി. ആ 100 ആയുസാണ്. എത്തിയല്ലോ. മോനെ, സുഖമാണോ? സുഖം. മുത്തച്ഛനും? മുത്തച്ഛനൊരു ദീനക്കേടുമില്ല, അല്ലേടി കാന്താരി? എന്നിരുന്നാലും ഒരിടത്തിരുന്ന് ഈശ്വരവചനം മാത്രം ചെയ്താൽ മതി എന്നാ ഇവള് പറയാറ്. അതിലും ഒരു വാസ്തവമുണ്ട്. ആ, കൊള്ളാമല്ലോ രണ്ടാളും. അങ്ങനെയാ വേണ്ടത്. ഭർത്താവ് പറയുന്നത് ഭാര്യയും ഭാര്യ പറയുന്നത് ഭർത്താവും ശരിവെക്കുകയാണെങ്കിൽ ജീവിതം പൂർണ്ണ സംതൃപ്തം. നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാനാ മുത്തച്ഛൻ വന്നത്. ഞങ്ങൾ വരാം മുത്തച്ഛൻ. ആ, ഇന്ന് ജലോത്സവ ദിനമാണ്. ജലോത്സവ ദിനത്തിൽ പങ്കെടുത്ത് യാത്ര തിരിച്ചാൽ അത്യുത്തമമാണെന്നാ വിശ്വാസം. ഇന്ന് ജലോത്സവ ദിനമാണോ? ഉത്സവത്തിന് ആളും ആരവും പാട്ടും മേളവും ഒക്കെ വേണ്ടേ? ദേ അങ്ങോട്ട് നോക്കിക്കേ രണ്ടാളും. എല്ലാവരും ഇങ്ങോട്ട് വരികയാ. ഇവിടെയാ പ്രധാന വേദി. തടി വെട്ടിയൊഴുക്കിയ തുണ്ടന്റെ മരത്താരോ തെക്കേ വന്നൊരു തിങ്കൾ തോണി
തുഴഞ്ഞവനാരോ അമ്മാനക്കണി തോണിക്കുള്ളിൽ തെയ്യം തിരയാടണതാരോ തിരുനാട്ടവരെ സൂര്യൻ മേളേ സിന്ദൂരപ്പൊടി വാരിയെറിഞ്ഞേ ആഞ്ഞിലിത്തടി വെട്ടിയൊരുക്കിയ ചുണ്ടന്റെ അമരത്താരോ തെക്കേന്നു വന്നൊരു തിങ്കൾ തോണി തുഴഞ്ഞവനാരോ കാണാനിരതിങ്കൾ വാനിൽ നക്ഷത്രപ്പൊടി തോണി തുഴഞ്ഞേ കാണാനിരതിങ്കൾ വാനിൽ നക്ഷത്രപ്പൊടി തോണി തുഴഞ്ഞേ ഉൾമൊഴി മുല്ലപ്പന്തലൊരുക്കിയ സ്വപ്നം വായ്ത്താരികൾ പാടുന്നേ ഉൾമൊഴി മുല്ലപ്പന്തലൊരുക്കിയ സ്വപ്നം വായ്ത്താരികൾ പാടുന്നേ ആഞ്ഞിലിത്തടി വെട്ടിയൊരുക്കിയ ചുണ്ടന്റെ അമരത്താരോ തെക്കേന്നു വന്നൊരു തിങ്കൾ തോണി തുഴഞ്ഞവനാരോ താണത്തിൽ തുഴയണ തോണി അരയെന്ന പൊൻകണി തോണി താളത്തിൽ തുഴയണ തോണി അരയെന്ന പൊൻകണി തോണി നിറമുള്ള ചെറുപീലി മുത്തു പതിപ്പിച്ച തിങ്കനിലാ തോണി നിറമുള്ള ചെറുപീലി മുത്തു പതിപ്പിച്ച തിങ്കനിലാ തോണി ആഞ്ഞിലിത്തടി വെട്ടിയൊരുക്കിയ ചുണ്ടന്റെ അമരത്താരോ തെക്കേന്നു വന്നൊരു തിങ്കൾ തോണി തുഴഞ്ഞവനാരോ സൂര്യന്റെ ഉലൈവ ചൂടിനിലുക്കിയ സ്വപ്നങ്ങൾ തുഴയണ തോണി സൂര്യന്റെ ഉലൈവ ചൂടിനിലുക്കിയ സ്വപ്നങ്ങൾ തുഴയണ തോണി ആണലങ്കാര പൊലിമയോടെത്തുന്ന ഇരുന്ന തുഴയണ തോണി ആണലങ്കാര പൊലിമയോടെത്തുന്ന ഇരുന്ന തുഴയണ തോണി ആഞ്ഞിലിത്തടി വെട്ടിയൊരുക്കിയ ചുണ്ടന്റെ അമരത്താരോ തെക്കേന്നു വന്നൊരു തിങ്കൾ തോണി തുഴഞ്ഞവനാരോ അമ്മാനക്കണി തോണിക്കുള്ളിൽ തെയ്യം തിരയാടണതാരോ തിരുനാട്ടവരെ സൂര്യൻ മേളേ സിന്ദൂരപ്പൊടി വാരിയെറിഞ്ഞേ ആഞ്ഞിലിത്തടി വെട്ടിയൊരുക്കിയ ചുണ്ടന്റെ അമരത്താരോ തെക്കേന്നു വന്നൊരു തിങ്കൾ തോണി തുഴഞ്ഞവനാരോ